നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. മോളിവുഡ് എന്നൊരു റെസ്റ്റോറൻറ്റ് ദേശീയപാത NH 544 വാണിയമ്പാറയ്ക്കും വടക്കഞ്ചേരിക്കും ഇടയിൽ ഇടതുവശത്തായിട്ട്, വാണിയമ്പാറ നിന്ന് വടക്കഞ്ചേരിക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു മോളിവുഡ് എന്ന റെസ്റ്റോറൻറ്റ് സിനിമാ സംവിധായകൻ സിൻഡോ സണ്ണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞൊരു വീഡിയോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. സിനിമാ സംവിധായകന്മാർ, അതുപോലെ തന്നെ സിനിമാ നടന്മാർ, കുറേ ആർട്ടിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. എന്താണ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസാണ് അന്ന് പൂർണ്ണമായി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ആംബിയൻസ് എങ്ങനെയുണ്ടെന്നും മറ്റും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനമാണ് അല്ലേ? ഇരിക്കും. ആ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം കഴിക്കുന്നവരാണ് മലയാളികൾ. ആ മലയാളികൾക്ക് ഏറ്റവും രുചിക്കൂട്ടുമായി റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കൈകോർക്കുമ്പോൾ അതിനൊരു എന്താണ് പറയുക, സൗന്ദര്യം ഉണ്ടാകും, ഒരു രുചി ഉണ്ടാകും. ആ രുചിക്കൂട്ട് തന്നെയാണ് നമ്മുടെ സിൻഡോ. ഒരു സംവിധായകൻ മാത്രമല്ല എന്ന് തെളിയിക്കുന്നു. ആ കൈപുണ്യമാണ് ഇവിടെ. കൈപുണ്യം പ്രേക്ഷകർക്ക് ഈ ഭക്ഷണം കഴിച്ച് പോയിട്ട് പ്രേക്ഷകർ ഫേസ്ബുക്കൊക്കെ ഇടുമ്പോൾ സിൻഡോയുടെ പേരൊക്കെ കൃത്യമായിട്ട് പറയുമല്ലോ. എന്തായാലും 2 പേര് ചേർന്നാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും എന്തിനും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. 1 മിനിറ്റ് നമുക്കൊരു മൗന പ്രാർത്ഥന. എന്താ പറയാ, അങ്ങനെ ഒരു പുതിയൊരു ആശയം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു പരിപാടി തുടങ്ങണം തന്നെയായിരുന്നു. ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആശയം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇടയിൽ, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ചർച്ചയുടെ ഇടയിൽ തന്നെയാണ് വന്നത്. അപ്പം തന്നെ ഞാൻ എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് തുടർന്നെത്തി. അപ്പോൾ ഇതിൻ്റെ പാപ്പച്ചനുള്ളവരാണെന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഉള്ള നമ്മുടെ ഒരു പൊതു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്ന പാപ്പച്ചന് ശേഷമുള്ള ഒരു പരിപാടിയാണ്. എനിക്കിതിനെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. അല്ലാതെ എൻ്റെ ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷനേക്കാൾ നല്ലത് പാപ്പച്ചൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീം വീണ്ടും ഒരിക്കൽ കൂടി ചേർന്നു എന്ന് പറയുന്നൊരു എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ ഒരു സന്തോഷം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും
ഈ ഒരു പരിപാടി ഇങ്ങനെ നടത്തണം എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇതിപ്പോ വലുതായിട്ടാണോ ചെറുതായിട്ടാണോ ഒന്നും അറിയില്ല. പക്ഷെ ഈ എൻ്റെ ഗുരുനാഥൻ ജിബു ജേക്കബ് എന്ന് പറയുന്ന ഒരു സംവിധായകനും അതുപോലെ എൻ്റെ സിനിമയിലെ ഹീറോ ഞാൻ എഴുതി ഉണ്ടാക്കിയ ഒരു കഥാപാത്രത്തിലൂടെ പാപ്പച്ചൻ എന്ന് ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള സൈജു കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ സിനിമാക്കാരായിട്ട് തന്നെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ്. അതുപോലെ രാജേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എൻ്റെ ആദ്യ സിനിമയിലെ ഹീറോയിൻ കൂടി ഇരിക്കുന്നുണ്ട് സന, അതുപോലെ തന്നെ ജെൻസൺ ക്യൂൻ എന്ന സിനിമയിലൂടെ മാടപ്രാവ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് ആളുകൾക്ക് അറിയുന്ന ജെൻസൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ വളരെ എന്താ പറയാ പെട്ടെന്ന് ഒരു ഫോൺ കോളിൽ ഓടിയെത്തുന്ന ബന്ധങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനൊരു സമയത്ത് എത്തിയത്. ഇനി ഞാൻ റെസ്റ്റോറൻറ്റിന്റെ ഒരു കാര്യത്തെ പറ്റി പറയാം. ഇത് എല്ലാതരം ഫുഡും കൊടുക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് വളർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നാഷണൽ ഹൈവേ തൃശ്ശൂർ ഇപ്പം നമുക്ക് മണ്ണൂത്തി തൊട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ പാലിയേക്കര ടോൾ തൊട്ട് നെക്സ്റ്റ് ടോൾ വരെയുള്ള റോഡ് സൈഡിൽ ഒരു ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സർവീസ് റോഡ് ഇപ്പം നിലവിലില്ല. നമുക്കറിയില്ല സർവീസ് റോഡിന്റെ പ്രശ്നങ്ങൾ. ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ പറയുന്നതാണ്. ഒരു കച്ചവടം മാത്രമായിട്ടല്ല ഇത് ഉദ്ദേശിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 4 മാസം മുമ്പ് 5 മാസം മുമ്പ് ഇവിടെ കച്ചവടം തുടങ്ങിയത്. ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആംബിയൻസിലേക്ക് ഇത് എത്തിച്ച് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്തായാലും ഈ ഒരു പരിപാടിക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനോഗ്രേഷൻ തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ ഈ ഒരു മോളിവുഡ് റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആർട്ടിസ്റ്റ് കൂടി ആയിട്ടുള്ള സ്നേഹിക്കുള്ളൂ. കൂടി സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങുന്നത് ആദ്യമുള്ളൊരു അസുഖമാണ്. ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഇതൊരു ഹോട്ടലല്ല, ഒരു ചെറിയ യാത്രക്കിടയിൽ ഞങ്ങൾ രണ്ടാളും കൂടി എടുത്തൊരു തീരുമാനമാണ്. നല്ലൊരു ഭക്ഷണം ഈ ഭാഗത്തെങ്ങും കിട്ടാനില്ല. ചെറിയൊരു മ്യൂസിക് വീഡിയോ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്ത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഭക്ഷണം തേടി അലഞ്ഞൊരു സ്ഥലമാണിത്. അപ്പോൾ നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ ഇല്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പൊ നല്ലൊരു സ്ഥലം അന്വേഷിച്ച് കിട്ടുകയാണെങ്കിൽ പറയുന്നു. അങ്ങനെ ഒരു നല്ല സ്ഥലമാണ് ഇത് കിട്ടിയത്. അങ്ങനെ അതിലൂടെയാണ് അത് ബിൽഡ് ചെയ്തെടുത്ത് ഇത് ഞങ്ങൾ രണ്ടാളും സംരംഭം കുഴപ്പമില്ലാന്ന് വിചാരിക്കുമ്പോൾ നല്ലൊരു ഭക്ഷണം നന്നായിട്ട് ആൾക്കാരിലേക്ക് വിളമ്പണം. ഇപ്പം യാത്ര പോകുന്ന ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി രാവിലെ ബാത്റൂം പോകാനും വാഷ്റൂം പോകാനും നല്ലൊരു ഭക്ഷണം കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ക്ഷീണിച്ചു വരുന്നവർക്ക് ചെറിയൊരു ചായ കൊടുക്കാനും അതിനൊക്കെ പറ്റും. ആൾക്കാരുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിന് ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിലേക്കുള്ള വഴിയല്ലേ അല്ലേ വിജേട്ടൻ? അപ്പൊ അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ ഇപ്പൊ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. സിനിമ എന്ന് പറയുന്നതാണ് ഞങ്ങളെ രണ്ടുപേരുടെ ഉന്നം. അപ്പൊ ഇതിലൂടെ ഞങ്ങൾക്ക് ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഇവരൊക്കെ വന്നതിന് എല്ലാവരോടും ഓരോരുത്തരായിട്ട് താങ്ക്സ് പറയുന്നു. നിങ്ങൾ നാട്ടുകാരോട് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ രണ്ടാളും തുടങ്ങി സംരംഭം ഇനിയും നാഷണൽ ഹൈവേയിലൂടെ മോളിവുഡ് എന്നൊരു സംരംഭം ഇനിയും ഉയരത്തിലെത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും ഞങ്ങൾക്ക് കൂടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. നല്ലുള്ള യാത്രയിൽ കണ്ടുമുട്ടി യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല ഭക്ഷണങ്ങൾ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു ആശയം വന്നു. പക്ഷെ ഒരുമിച്ചുള്ള സിനിമ യാത്രയാണ് നിങ്ങളെ അല്ലേ? ഇനിയിപ്പം ഒരു സിനിമയും കൂടെ നിങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുമോ? അല്ല, ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ശശിയും ശകുന്തല എന്നുള്ള സിനിമയുടെ നിർമ്മാതാക്കളാണ് ഇവർ. അതിൻ്റെ ഹീറോയിനായിരുന്നു. കഥകളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത് പോലും, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കമ്പനിയിൽ ഒരു കഥ പറയാൻ പോയിട്ടാണ് എനിക്ക് ഇവരെ പരിചയം. എന്നെ കൊണ്ട് നിർമ്മാണമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇങ്ങനെയൊക്കെ എന്തായാലും ഓക്കെ, അങ്ങനെ യാത്ര തുടരണം. എന്തായാലും നമുക്ക് ഇതിന്റെ ഇനാഗ്രേഷൻ ഇവിടേക്കും എന്താ പറയണ്ടത്? സിനിമ മാത്രമല്ല ഫുഡും. അതെ, എന്തായാലും ഷിൻഡുവിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നൽകുന്നു. അതുപോലെ നല്ല ഭക്ഷണം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. എന്ത് അതുപോലെ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ ഇപ്പൊ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. സിനിമ ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയും ഭക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? പുട്ടും കടല ഇവിടെ ഉണ്ടാവുമോ? ഉണ്ടാവും. ഉച്ചയ്ക്കൊക്കെ കറികളൊക്കെ എന്തൊക്കെയായിരിക്കും? മീൻകറി, മീൻ വറുത്തത്. രാത്രി എന്താണ് കഴിക്കുന്നത്? ചപ്പാത്തി എല്ലാം കഴിക്കും.
അപ്പോൾ എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലുകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹോട്ടലുകൾ സെലക്ട് ചെയ്യുള്ളൂ അവിടെ നമ്മുടെ ലൊക്കേഷനിൽ പരിചയമുള്ള നമ്മുടെ ഒരു സുഹൃത്തുക്കളുണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് ചോദിക്കും. ഈ വഴി വരുമ്പോൾ സിൻഡോനെ വിളിച്ചു ചോദിക്കും, സിൻഡോ ഇവിടെ ഏതാണ് നല്ല ഹോട്ടൽ, നല്ല ഭക്ഷണം ഏതാണെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇനി ചോദിക്കേണ്ടതല്ല, ഇവിടെ ഈ ഹോട്ടലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്നായിരിക്കണം കേട്ടല്ലേ? നന്നായിരിക്കണം. ഇതൊക്കെ കയ്യിലാണത്തെ കാര്യങ്ങളായിരിക്കണം. നന്നായിരിക്കണം, തീർച്ചയായിട്ടും അതെ. പക്ഷെ എല്ലാവിധ ആശംസകളും. നേരത്തെ തന്നെ എത്തിയാണ് അദ്ദേഹം, നേരത്തെ തന്നെ എത്തി. അത്രമാത്രം ആത്മബന്ധമാണ് ഇവർ തമ്മിലുള്ള. ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു. വേദിയിലേക്ക് 2 വാക്ക് കേട്ടാൽ പ്ലീസ് കം സാർ. എനിക്കൊരു കാര്യം ചോദിച്ചു തുടങ്ങും. ആ പാപ്പത്തിന്റെ ഒളിവിലെ വെടിയിറച്ചി ഇവിടെ ഇല്ല കേട്ടോ, അതിവിടെ കൊടുക്കില്ല ഞങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. മെഹബൂബ് മൂസ എന്ന് പറഞ്ഞ ജിബു ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സിൻഡോ സണ്ണി എന്ന് പറഞ്ഞ സംവിധായകനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു വളരെ ചുരുക്കമുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, എല്ലാ കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡയറക്ഷൻ ടീമിൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ നമ്മൾ ശ്രദ്ധിക്കും. എന്നുവെച്ചാൽ ഇവരായിരിക്കും അടുത്ത വളർന്നു വരുന്ന സംവിധായകർ. അപ്പം നമ്മളെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ എനിക്ക് സിനിമകളാണ് ആവശ്യം, എനിക്ക് ജീവിക്കണമെങ്കിൽ. അപ്പം അങ്ങനെ സിൻഡോയെ ഞാൻ നോട്ട് ചെയ്തിട്ട് സിൻഡോയുടെ ഒരു ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിൻ്റെ ആദ്യത്തെ പടത്തിൽ എനിക്ക് പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അവനെന്നെ ഞെട്ടിച്ചു കളഞ്ഞു, എന്നെ ഹീറോ ആക്കി കളഞ്ഞവൻ. പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞ സിനിമയിൽ. അതിന് ഏറ്റവും അധികം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സിൻഡോയോട്. പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞ സിനിമ സിൻഡോ സണ്ണി സംവിധാനം ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഹൈദരേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു സുപ്രധാന കഥാപാത്രത്തിൽ. അദ്ദേഹം ഇന്നിവിടെ ഉണ്ട്, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ക്യാമറമാൻ പാപ്പച്ചൻ ഒളിവിലാണിൻ്റെ ശ്രീജിത്ത് നായർ, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ആക്ച്വലി ഹൈദരേട്ടനല്ല, ബാക്കി ഞാൻ പറഞ്ഞ പേരുകളൊക്കെ ജിബു ചേട്ടൻ്റെ ശിഷ്യന്മാരാണ്, സുഹൃത്തുക്കളാണ്. സിൻഡോ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്, മോളിവുഡ് എന്ന് അതിൻ്റെ പേര്. എൻ്റെ മനസ്സിൽ തോന്നി, തകർത്തു മോളിവുഡ്. ചിലപ്പോൾ കേരളത്തിൽ മോളിവുഡ് എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹോട്ടൽ കാണുകയായിരിക്കും, എവിടെയെങ്കിലും കാണുമായിരിക്കും. പക്ഷെ എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ വഴി നമ്മൾ പോകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി പല സ്ഥലത്തും കൂടെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മൾ പല ഇവിടുത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടൽസിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. മോളിവുഡും അതേപോലെ തന്നെ വിജയകരമായ ഒരു യാത്ര, അവരുടെ ഒരു യാത്ര അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്നുള്ളത് അറിയില്ല, പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ അൽഫഹാമിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയായി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടും കടലുള്ള കാര്യം ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എനിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ നമുക്ക് എന്തും പോകുമല്ലോ, ബീഫ് കറി ആയാലും സാമ്പാറായാലും അവിയലായാലും മട്ടൻ കറി ആയാലും മുട്ടക്കറി ആയാലും മീൻ കറി ആയാലും പുട്ടിൻ്റെ കൂടെ നമുക്ക് എന്തും കഴിക്കാം. അപ്പോൾ ആ സാധനം എനിക്ക് വയന്ന് എന്താണ് അതിനെപ്പറ്റി ആലോചനയുള്ളത്. അപ്പം അത് അൽഫാക്കണ്ടോട്ടെ. അപ്പോൾ എന്തായാലും സിൻഡോ സണ്ണിക്കും നേയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. മേ ഗോഡ് ബ്ലെസ് ദം. ആൻഡ് ഹോട്ടൽ മോളിവുഡ്, റെസ്റ്റോറൻറ്റ് മോളിവുഡ് ഒരു വലിയ വിജയമായി മാറട്ടെ. ഇതൊരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സായി മാറട്ടെ. കേരളത്തിൽ പല ഇതിപ്പം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്, തൃശ്ശൂരല്ല പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പം. ഇത് തൃശ്ശൂരും എറണാകുളവും ട്രിവാൻഡ്രവും കാസർഗോഡും അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു വലിയ വിജയമായി മാറട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ സിനിമകളെ കുറിച്ചുള്ള അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ കൂടി ഇരിക്കട്ടെ. അതെ. നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട്, അതിന്റെ സംവിധായകനും അതിന്റെ കോ ഡയറക്ടറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റിരിക്കോ, സംവിധായകൻ കണ്ടോട്ടെ. പുതിയ സംവിധായകൻ നല്ലൊരു കൈ കൊടുക്കാം. കൃഷ്ണദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കോ ഡയറക്ടർ സാംസൺ സെബാസ്റ്റ്യൻ. കൃഷ്ണദാസ് ഗുരുവായൂരുകാരനാണ്. ഗുരുവായൂർ അമ്പല നടയിൽ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു നട, ഏത് ഈസ്റ്റാണോ വെസ്റ്റാണോ എന്ന് എനിക്കറിയില്ല, ഏതൊരു നടയിലാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായൊരു സബ്ജക്റ്റ് പറഞ്ഞു. ഞാനങ്ങനെ അത് നമ്മുടെ പാപ്പച്ചനുള്ളിലാണെന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ, അദ്ദേഹം തന്നെയാണ് മെഹബൂബ് മൂസൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, തോമസ് തിരുവല്ല. തോമസ് ചേട്ടനോട് ഞാൻ ആ സബ്ജക്റ്റ് പറഞ്ഞു. തോമസ് ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണം ഞാനും കൂടെ വിചാരിച്ചു ഞാനും ഒന്ന് ഇതിൻ്റെ അകത്ത് ഒരു കോ പ്രൊഡ്യൂസർ ആകാം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സൈജു ഗ്രൂപ്പ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ ഫ്ലോട്ട് ചെയ്തു. അതും ഞങ്ങളും കൂടെ ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒരു പടമാണ് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം. ഭരതനാട്യം ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററിൽ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സമയം കിട്ടുന്ന പോലെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് സിനിമ ഉറപ്പായിട്ടും കാണണം. നിങ്ങൾ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും, ചിന്തിപ്പിക്കുന്ന സിനിമയായിരിക്കും. എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു. ജോൺ സിനിമയിൽ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഫസ്റ്റ് അതിലും ഒരു ഫുഡടി പരിപാടികളൊക്കെയാണ് മൊത്തം പിടിച്ചിരുന്നത്. ഞാൻ ബോബ്രോ എന്നാണ് വിളിക്കപ്പെട്ടത്. ആദ്യം പരിചയപ്പെടുന്നത് ജിബിച്ചാറിൻ്റെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ ഫിലിമിലേക്ക് ഞാൻ എൻട്രി ആവുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം നല്ലൊരു ബന്ധമാണ് ഇതുവരെയ്ക്കുള്ളത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഹോട്ടൽ പരിപാടി നടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് തന്നെയാണ്. എനിക്കും ഭയങ്കര വീക്ക്നെസ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പടങ്ങളെ ഷൂട്ടിന് പോകുന്ന സമയത്തൊക്കെ ചില സമയത്ത് നേരത്തെ ഷൂട്ട് കഴിയും. അപ്പോൾ ഉടനടി അവിടുത്തെ അടുത്തുള്ള ആൾക്കാരോട് പോയി ചോദിച്ചിട്ട് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം പോയി തപ്പി അവിടെ ഫുഡ് അടിച്ചിട്ട് തന്നെയാണ് വരുള്ളൂ. അത് ഞാനെന്നല്ല, ഒരുവിധം എല്ലാ സിനിമാക്കാരും ചെയ്യുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും സിന്ധുചാറിൻ്റെ ഈ പരിപാടിക്ക് ഈ മോളിവുഡ് എന്ന് പറഞ്ഞ പേര് എന്താ പേരിട്ടെങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ ഈ പേര് തന്നെയാണ്. ഭയങ്കര രസകരമായ പേരാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാക്കാരും ഈ വഴി പോകുമ്പോൾ മോളിവുഡിൽ കയറാണ്ടെങ്കിൽ പോവില്ല. നല്ല ഫുഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വട്ടം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയും. അത് നമ്മുടെ അറിയുന്ന കട എന്നതിലപ്പുറം നമുക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പറയും. ഞാനെന്നല്ല, എല്ലാവരും പറയും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വിജയമായി തീരട്ടെ ഈ റെസ്റ്റോറൻറ്റ്. ഒരുപാട് എന്താ പറയുക, നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഹോട്ടലുകൾ തുടങ്ങാനുള്ള ശക്തിയാവട്ടെ ഈ റെസ്റ്റോറൻറ്റ് തുടക്കം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അല്ല, നമ്മൾ സിനിമയിലൊക്കെ ഒത്തിരി ഡയലോഗുകൾ പറഞ്ഞ് പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ട്. എന്നും ഓർത്തിരിക്കുന്ന ഡയലോഗ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്കത് കേൾക്കണ്ടേ? വേണമെങ്കിൽ കൈയടിക്കണം. ഉണ്ടല്ലോ, എനിക്കറിയാമല്ലോ. എൻ്റെ ഫസ്റ്റ് പടത്തിലെ ഒരു ഡയലോഗാണ്. ഞാൻ ഹെൽത്തിയാണ്, റിച്ചാണ്, പിന്നെ ബോഡിന്ന് എന്തോ അവൾ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല. എന്നെ ഞാനായിട്ട് ആദ്യം തിരിച്ചറിഞ്ഞൊരു ഡയലോഗായിരുന്നു. ക്യൂ എന്ന് പറഞ്ഞ പടത്തിലെ ആദ്യത്തെ ഡയലോഗായിരുന്നു എൻ്റെ. ഒരുപാട് സ്ഥലത്ത് ഞാൻ എന്നെ പറയിപ്പിച്ചിട്ടുള്ളതാണ് ഡയലോഗ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഹെൽത്തിയൊക്കെ നന്നായിരിക്കട്ടെ. നല്ല ഫുഡുകൾ കൊടുക്കണം, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്കിലേ ഹെൽത്തി നന്നായിരിക്കുള്ളൂ. രാജേഷ് കടവന്തറ നല്ലൊരു ആർട്ടിസ്റ്റാണ്, മിമിക്രി കലാകാരനാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കാം കേട്ടോ. നല്ല മിമിക്രിയൊക്കെ നമുക്കിവിടെ ചെയ്യും എന്നാണ് എന്നോട് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും നമസ്കാരം. മിമിക്രി ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ചെറിയ അവതാരകനൊക്കെയാണ്. ചാനലിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഗ്രൂമറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരാണ്, കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരാണ്. വെടിക്കെട്ടുന്ന സിനിമയിലാണ് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു വില്ലനായിട്ടാണ്. ആ സിനിമ കഴിഞ്ഞ ശേഷം എനിക്ക് ആദ്യം വന്ന അല്ലെങ്കിൽ ഒരു സിനിമയിലേക്കുള്ള ഒരു ഇത് വന്നത് സിന്ധു ബ്രോൻ്റെ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന നേഹ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംരംഭത്തിന് തീർച്ചയായിട്ടും വരാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും നൽകുകയാണ്. എല്ലാ ആളുകളും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭീകരമായിട്ടുള്ള ഒരു ഫുഡ് ലവറാണ്. കാരണം പ്രോഗ്രാംസ് ആണെങ്കിൽ ഞാൻ കൂടുതലും പോകുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാറുണ്ട് നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻസ് കാണാറുണ്ട് പല ഹോട്ടലിലും. പക്ഷെ അത് കണ്ടിട്ട് പോകുമ്പോൾ ഒരു 50% റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കാറുള്ളൂ. ബാക്കിയെല്ലാം പെയ്ഡാണെന്ന് നമുക്ക് ചെന്ന് കയറുമ്പോഴേ മനസ്സിലുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പാലക്കാട് സൈഡിലേക്ക് വരുമ്പോൾ എൻ്റെ അറിവിൽ വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള നല്ല നല്ല ഹോട്ടൽസ് ഉള്ളൂ. അതിൽ നിന്നും ഏറ്റവും മനോഹരമായിട്ടുള്ള ആളുകളെ കൊണ്ട് പെയ്ഡായിട്ട് ചെയ്യിക്കാതെ ജനങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞ് 5.5 റേറ്റിംഗ് തരുന്ന നല്ലൊരു വലിയൊരു ഹോട്ടലായിട്ട് മാറട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ മിമിക്രി ചെയ്യാനായിട്ടുള്ള ഒരു മൂഡോ അല്ലെങ്കിൽ അവർ കേൾക്കാനുള്ള ഒരു മൂഡൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അല്ലേ കേൾക്കാനുള്ള മൂഡല്ലേ? അതെയോ? അതെ. എന്ത് സംശയിക്കണത്? നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാമല്ലോ രാശേ.
ഓക്കെ. ഉള്ള സ്നേഹം കളയണം. ചേച്ചിയുടെ പോകാൻ സമയം ഞാൻ ചെയ്യാം. ഓക്കെ, ഇഷ്ടപ്പെട്ട കൈയടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോവും. വിനയ് ഫുഡിന്റെ ശബ്ദം ഒന്ന് ചെയ്യും. വിനയ് ഫുഡിന്റെ നമ്മളെല്ലാവരും കണ്ട സിനിമയിലെ എല്ലാവർക്കും ഓർമ്മയുള്ളൊരു ഡയലോഗ് പറയാം. പ്രേമം എന്ന സിനിമയിലൊരു ഡയലോഗ് ഞാൻ പറയാണ്. സാർ, എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ തലയിൽ മുടിയില്ല. ജാവ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അഞ്ജലി മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 25ാമത്തെ പേജിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പൂച്ച, ഇറച്ചി തിന്നോണ്ടിരിക്കുന്ന പട്ടി, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് വായിച്ച മനസ്സിലാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൈയടിക്കാൻ പറയണായിരിക്കും. പിന്നെ എൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് കുറേ താരങ്ങൾ ശബ്ദം ആദ്യമായിട്ട് ചാനൽ ചെയ്തത് ഞാനാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആ സമയത്ത് വൈറലായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളിലേക്ക് എത്തിയത് ആസിഫിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിട്ടാണ്. അപ്പോൾ ആസിഫ് എൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുക. സിനിമയിലെ ഡയലോഗ് പറയണം. അതൊരു സിനിമയിലെ ഡയലോഗ് പറയണോ അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള പറയണോ? ഏത് വേണം? ആസിഫ് ഈ ഹോട്ടലിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആസിഫ് ഈ ഒരു ഹോട്ടലിൽ വന്നാൽ ഹായ്, ഹലോ, നമസ്കാരം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളുടെ സിനിമാക്കാരുടെ പേര് പോലെ തന്നെ ബോളിവുഡ് എന്നുള്ള കഫേ സ്റ്റാർട്ട് ചെയ്തതിൽ അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പോരെ. അല്ല, നിങ്ങൾക്ക് നല്ല കഴിവുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ എത്ര മ്യൂക്കറി ചെയ്താലും ഇഷ്ടപ്പെടാൻ തന്നെ ഇരിക്കുന്നവരാണ്. അത് തന്നെ കൈയടിയും. ഇനി നിങ്ങൾ ഒരു ശബ്ദങ്ങളെ ലഭിച്ച് നിൽക്കൊന്ന് ഇരിക്കാം. പിന്നെ കുറച്ച് ഞാൻ പിന്നെയും വിളിക്കാം. ഞാൻ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമ. അതിലെ ഏറ്റവും പ്രിയപ്പെട്ട 2 കഥാപാത്രങ്ങളാണ്. ഇപ്പം നമ്മളൊപ്പം ഇല്ലാത്ത നമ്മുടെ തിലകൻ സാറും ദുൽഖറുമാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള 2 കഥാപാത്രങ്ങൾ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഞാൻ മാറിയിരിക്കാം. ഇഷ്ടപ്പെട്ടാൽ കൈയടിക്കണം. സൗണ്ട് കുറച്ച് കൂട്ടിട്ട്. വിശക്കുന്നവന് ഭക്ഷണം പറ്റും, പക്ഷേ കഴിക്കുന്നവന്റെ മനസ്സിലാക്കണം. അതിനു വേണ്ടി ആയിരിക്കണം നീ ഭക്ഷണം ഉണ്ടാക്കണം. നിങ്ങളുടെ മുമ്പ് നിനക്ക് അതൊന്നും പറഞ്ഞിട്ടാവും. സിനിമയെ കുറിച്ചാൽ ില്ലെങ്കിൽ ഇംഗ്ലീഷ് ജാതകത്തിന് പറയും. इस दुनिया में कोई अगर जन्नत है तो बस यही है, यही है, यही है. സൂപ്പർ 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 സൂപ്പർ. നല്ലൊരു കാര്യങ്ങൾ ഇവിടെ സൂപ്പർ. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ജിബ്ചാറിനോടൊക്കെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഞാൻ കുറച്ച് നെർവസാണ്, കാരണം എന്നോട് പറഞ്ഞില്ല എന്നെ സ്റ്റേജ് കയറ്റി ഇരുത്തുന്നത്. ആൻഡ് സിൻഡോ ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സണാണ്, കാരണം എൻ്റെ മൂവിയിലേക്ക് കൊണ്ടുവന്നത് സിൻഡോ ചേട്ടനാണ്. സോ ചേട്ടൻ്റെ ഈ ഒരു ന്യൂ വെഞ്ചറിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. ഹായ്, ഞാൻ ഒരു 1-2 വർഷം മുമ്പ് പാപ്പച്ചനൊളിയിലാണ് സിനിമയുടെ സെറ്റിൽ ഞാൻ വെറുതെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം പോയപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ സിൻഡോനെ പരിചയപ്പെടുന്നത്. ഞാൻ എൻ്റെ കട്ട ഫ്രണ്ടാണ്. ഇവൻ്റെ സിനിമയിൽ ചാൻസ് തന്നില്ലേ? അയ്യോ, അവൻ അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ച് അഭിനയിപ്പിച്ചു. അപ്പോൾ ഞാനിതിൽ ഈ മോളിവുഡിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിന് മുമ്പും ഈ കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിൽ കയറിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാനിങ്ങനെ ഒന്ന് കാണായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു പുതിയ പരിപാടിക്ക്, ഇവൻ്റെയും ആളുടെയും പരിപാടിക്ക് എനിക്കിങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും എന്ന് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സിൻഡോനെ കാണുന്നതോടെ ആദ്യമായിട്ടാണ്. പുള്ളിയുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. അടുത്ത മാസം നമ്മുടെ പടം ഇറക്കും, അതും കാണാം. അതും ഒരു മിനിറ്റ് പോലല്ലേ കൂടെ പോകുന്നു. ആ സിനിമ അടുത്ത മാസം റിലീസാണ്. എങ്ങനെയാണ് ഈ കഥ കേട്ട് കഥ പോയി പറയുന്നുണ്ടല്ലോ, നമ്മുടെ നായകൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ആദ്യം പറഞ്ഞത് ഓർത്തെടുക്കാൻ? അദ്ദേഹം പറഞ്ഞത് ഇൻട്രസ്റ്റഡ് ആണ്, സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷന് വിളിക്കാം എന്ന് പറഞ്ഞു. വിളിച്ചു. തോമസ് ചേട്ടനെ കണക്ട് ചെയ്തെന്ന് പടമായി. അദ്ദേഹം പ്രൊഡ്യൂസിങ് ചെയ്യാൻ അതിനെ കുറിച്ചൊന്ന് പറയാനുണ്ടോ? അത് ഏറ്റവും അവസാനം പറഞ്ഞത്. തോമസ് ചേട്ടനെ കണക്ട് ചെയ്തപ്പോൾ തോമസ് ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം പറഞ്ഞത് ഞാനും കൂടെ ഇതിൽ നിർമ്മാണ പങ്കാളിയാവുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള വ്യത്യാസം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആക്ച്വലി പ്രൊഡ്യൂസർ എന്നുള്ള റോള് സൈജേട്ടൻ സെറ്റിൽ എടുത്തിട്ടില്ല. ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട്. ആ ഒരു പ്രഷറോ പേടിയൊന്നും തന്നിട്ടില്ല. തോമസ് ചേട്ടൻ വല്ലപ്പോഴും വരുമ്പോൾ നമുക്കൊന്ന് ടെൻഷൻ കയറുന്നുള്ളൂ. അതിവിടെ ഉണ്ടായിരുന്നോ തോമസ് ചേട്ടൻ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ?
ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാ പറയണ കേട്ടോ. തോമസേട്ടൻ പ്രശ്നമായി. ഇല്ല, നമുക്ക് വരുമ്പോ ഒരു ടെൻഷൻ അല്ലേ. അപ്പൊ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഓഗസ്റ്റിൽ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ഓഗസ്റ്റിൽ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും പോയി സിനിമ കാണേണ്ട ഒരു സിനിമയായിരിക്കും അല്ലേ. താങ്ക് യു വെരി മച്ച്. എനിക്കിനി വന്ന വഴിക്ക് തന്നെ മൈക്കിങ് തരാം, ഇനി ഇരിക്കേണ്ട സമയമില്ല. രണ്ട് ആശംസ പറയാം, ഒരാശംസ അല്ല, പാലക്കാടിൽ നിന്ന് വന്നതാണ്. എനിക്ക് നമ്മുടെ പ്രേക്ഷകർ ഇവിടെ കുറെ പേരുണ്ട്, നമുക്ക് രണ്ടുപേരെടുത്ത് കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ആക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് ഷൈജൻ്റെ കൂടെ 1970 ബിയോണ്ട് ഓടുന്ന പടത്തിൽ ഒരു ആശാനൊരു 10-15 ദിവസം കിടന്നതാണ്. ഒരു പട്ടാളക്കാരനായിട്ട് വേഷം ചെയ്തു, രണ്ടാമത് പ്രീസ്റ്റ് ചെയ്തു, മൂന്നാമത് സിൻഡോസണ്ണി സാറ് എനിക്ക് പാപ്പച്ചനുള്ളിലെന്ന ഫിലിമിൽ അത്യാവശ്യം നല്ലൊരു വേഷം തന്നു. അന്ന് പോലെ തുടങ്ങിയ ഒരു ഭയങ്കര ഒരു ആത്മാർത്ഥ ഒരു സഹോദര ബന്ധമാണ്. എപ്പോഴും വിളിക്കും, സംസാരിക്കും, ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്, 100 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഞങ്ങൾ വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരിപാടി ആയാലും ഞാനും എൻ്റെ വൈഫും കൂടെ ബസ് കയറി പോകുന്നു, നേരത്തെ എത്തി ഇവിടെ. അല്ല, വളരെ സന്തോഷം. ഇദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ തുടക്കം തൊട്ട് കാണുന്നതാണ് ഈ ഉമ്മ ഇവിടെ ഇരിക്കുന്നത്. ഉമ്മ പേരെങ്ങനെയാ ഉമ്മ? എവിടെയാ വീട്? മലപ്പുറത്ത് എന്ന് പറഞ്ഞാ എന്താണ് ഈ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ? മരുമോളാണ്. ആ, മരുമോളിന്റെ കൂടെ ആണല്ലേ ഇത്? അതെനിക്കറിയില്ല, അങ്ങനെയാ വന്നാണ്. അപ്പൊ എല്ലാവരും ആശംസകളും പറഞ്ഞേക്കാം. പറയാം. ഹോട്ടൽ നന്നായി കഴിയട്ടെ, നല്ല ഫുഡ് ഉണ്ടാവണം, നല്ല ആള് വരണം, അതൊക്കെ നല്ല ആള് വരണം, നല്ലൊരു കൈയ്യടി കൊടുക്കാൻ കൊണ്ടോ. കൃത്യമായാണ്, നല്ല ഫുഡ് കൊടുക്കണം, നല്ല ആളുകൾ വരണം എന്നൊക്കെയാണ് പറയുന്നത്. കൈകൊട്ടിക്കൊണ്ടിരിക്കാതെ ഉണ്ട്. ഹോട്ടലിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാമല്ലോ. അല്ല, നല്ല ഫുഡ് കൊടുത്താൽ അവിടെ ആൾക്കാർ വരും. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. നല്ല ഫുഡ് കൊടുക്കുന്നുള്ള ഉറപ്പാണ്. അല്ലെങ്കിൽ സിൻഡോ സാറിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് ഞാൻ. പിന്നെ സിൻഡോ സാർ വഴി ജിബിച്ചേട്ടൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സൈജു ചേട്ടൻ്റെ ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുള്ള മാഷാണ് ഞാൻ, അടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പോൾ സിൻഡോ സാറിനൊരു വിഷനുണ്ട്. ആ വിഷൻ ഇതിലുണ്ടായിരിക്കും. എന്തായാലും നല്ലൊരു വൻ വിജയമായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അങ്ങനെ 2-3 സെക്ഷനിലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ടോപ്പിലേക്ക് പോവാം. ഇതിൻ്റെ ടോപ്പിലുള്ള വ്യൂ ആണിത്. ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും നല്ല സൗകര്യമുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. സിൻഡോസണ്ണിയുടെ ഈ ഒരു സംരംഭം മുഖേന ഒരുപാട് പേർക്ക് സിനിമ നടന്മാരായിട്ട് സെൽഫി എടുക്കാനുള്ളൊക്കെ സാഹചര്യം ഉണ്ടായി. അതുപോലെ ഹോട്ടലിൻ്റെ മുമ്പിൽ വിവിധ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറേ സംഭവങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് മോളിവുഡ് എന്ന ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ വിശദമായ വിവരങ്ങളാണ്. അപ്പോൾ നിങ്ങളും ഇവിടെ എത്തുക, പറ്റാവുന്നവർ ഇതിലേ പോകുന്നവർ ഇവിടെ എത്തുക, എന്നിട്ട് ഈ ഒരു ആംബിയൻസും അതുപോലത്തെ ഭക്ഷണം എങ്ങനെയുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇതിന്ന് ഉദ്ഘാടനം കഴിഞ്ഞാണ്. എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള വാർത്തകളും അതുപോലെ അറിയിപ്പുകളൊക്കെ ആയിട്ടെത്തും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.